എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞതനുസരിച്ച് സച്ചിയും രേവതിയും വിശ്വനാഥനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ആ സമയത്താണ് മുമ്പ് സുധി വാങ്ങിച്ച ഹിൽ ടോപ്പിലെ വീട്ടിൽ വിശ്വനാഥിനെ കാണാനായിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു സ്ഥിരനടൻ വരുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അയാളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് രേവതിയാണ് സച്ചി ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ രേവതി അവിടെ പൂ കൊടുക്കുന്ന വ്യാജേന അവിടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ സാർ, ഞാൻ പൂ ഇവിടെ വിൽക്കുന്നതാണ് അടുത്തൊക്കെ എന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൂ തരാമെന്നൊക്കെ പുള്ളിയോട് പറയുന്നുണ്ട്. പുള്ളിയുടെ സംസാരമൊക്കെ രേവതിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത്, വളരെ മാന്യമായ പെരുമാറ്റമാണെന്നൊക്കെ സച്ചിയോട് രേവതി പറയുന്നുണ്ട്. അതിനുശേഷം ഞാനും കൂടി എന്നാൽ നിൻ്റെ കൂടെ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ സച്ചിയും കൂടി രേവതിയുടെ കൂടെ പിറ്റേ ദിവസം ശ്രീകാന്ത് സാറിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടംബനാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് പറയുന്നത്. ശ്രീകാന്ത് സാറിനൊക്കെ പറയുന്നത്, സാർ ഇതെൻ്റെ ഹസ്ബൻഡാണ്, സച്ചി എന്നാണ് പേര്, ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണ്. ഞാൻ മുമ്പ് സാറിനെ കണ്ടിട്ടുണ്ട്. മുമ്പ് ഞാൻ ഹിൽ ടോപ്പിൽ ഒരു വീട്ടിൽ സാറിനെ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള വിശ്വനാഥൻ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു തിരക്കാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സാറിന് വിശ്വനാഥിൻ്റെ മുമ്പ് പരിചയമുണ്ട്. അയാൾ ഞാൻ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടയ്ക്ക് വരുമായിരുന്നു. അയാൾക്ക് പുതിയൊരു സിനിമ നിർമ്മിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ അയാൾ പറഞ്ഞു അയാളുടെ വീട് വിൽപ്പനയ്ക്കുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പം അയാളെക്കുറിച്ച് അത്ര ക്ലീൻ ഇമേജ് അല്ല നമുക്ക് കിട്ടിയത്. അപ്പം എന്തൊക്കെയോ കള്ളത്തരം ഉണ്ട് അയാൾ. അതുകൊണ്ട് ഞാൻ ആ കച്ചവടം അങ്ങ് വിട്ട്. ഇനി ആരുടെ തലയിലാണോ ഏത് മണ്ടനാണാവോ ആ വീട് മേടിച്ചെന്നൊക്കെ ചോദിക്കും. സാറ് ആ മണ്ടൻ എൻ്റെ ചേട്ടനാണെന്ന് പറയും. തൻ്റെ ചേട്ടനോ? അതേ സാറേ, എൻ്റെ ചേട്ടൻ 30 ലക്ഷം രൂപ അവന് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണെന്ന് പറയും. സാറേ, അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പറയും. എനിക്ക് അയാളെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അയാളുടെ സ്ഥലം കോഴിക്കോടാന്ന് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഒരുമിച്ച് എടുത്ത ഫോട്ടോ ഇല്ല, ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ മൊബൈൽ നമ്പർ വ്യാജമായിരിക്കുമല്ലോ. എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ സച്ചി അവരുടെ കോൺടാക്ട് നമ്പറെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. ഹേമയെ കണ്ടതും രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. രേവതിയെ കാണുമ്പോൾ ഹേമയ്ക്ക് നല്ല ദേഷ്യമാണ്. ഇനി എൻ്റെ ഓർഡർ തട്ടിയെടുക്കാനാണ് ഇവിടെ വന്നതുകൊണ്ട് രീതിയിലാണ് ഹേമ രേവതിയെ നോക്കുന്നത്. ഉടനെ ശ്രീകാന്ത് സാറ് പറയും, ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ ജോലിയൊക്കെ എന്തായി? സാറേ, ഞാൻ എല്ലാം ഒരുവിധം ചെയ്തെല്ലാം ചെയ്യാൻ ഏറ്റിട്ടുണ്ടെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യ്, ഈ കുട്ടിയും മണ്ഡപ ഡെക്കറേഷനൊക്കെ നല്ലോണം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കുട്ടിയാണ് എനിക്ക് എല്ലാ ദിവസവും വീട്ടിലേക്ക് പൂ കൊണ്ട് തരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് തന്ന വർക്കിനകത്ത് നിങ്ങൾ മണ്ഡപത്തിനകത്തുള്ള വർക്കെല്ലാം നിങ്ങൾ ചെയ്യുക, മണ്ഡപത്തിന് പുറത്തുള്ള വർക്ക് രേവതിയും ചെയ്യുമെന്ന് പറയും. അതെന്തിനാ സാറേ, അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യം എന്തോ ഇരിക്കുന്നത്, ഞാൻ തന്നെ എല്ലാ വർക്കും ചെയ്യുമല്ലോ എന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് വർക്കിൻ്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, എന്നാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ സാറേ, അതുകൊണ്ട് ഇനി വേറൊരാൾക്ക് പകുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ, എൻ്റെ വർക്കിനെക്കുറിച്ച് സാറ് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് സാറിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. സാർ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. പിന്നെ ശ്രീകാന്ത് സാർ അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഹേമ മേഡം പറയും, ശരി സാർ, ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഹേമ അങ്ങ് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് സാറ് പറയും, കണ്ടില്ലേ, ചെറിയൊരു വർക്ക് പോലും കുട്ടിക്ക് തന്നപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം. ഇതൊരു മനുഷ്യരാ. അപ്പോഴേക്കും വീട്ടിനകത്ത് തന്നെ ആൾക്കാർ തമ്മിൽ ശത്രുതയോട് കൂടിയല്ലേ സാറേ ജീവിക്കുന്നത്. പിന്നെ അങ്ങനെ വീട്ടിന് പുറത്തുള്ളവർ തമ്മിൽ എന്നാലും ചെറിയൊരു വർക്ക് കുട്ടിക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. സാറിന് സാറേ, എനിക്ക് ചെറിയ വർക്ക് മതി, വലിയ വർക്കെല്ലാം അവർ ചെയ്തോട്ടെന്ന് പറയും. ആ സമയത്ത് അവർ പുറത്തോട്ടിറങ്ങി വരുന്ന സമയത്ത് അവിടെ വെച്ച് ഹേമയെ കാണുന്നുണ്ട്. ഹേമ രേവതിയെ കാണുമ്പോൾ ചോദിക്കും, നീ എൻ്റെ വർക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ പിന്നെയും വന്നു നോക്കി? ഞാൻ എന്തിനാണ് നിങ്ങളുടെ വർക്ക് തട്ടിയെടുക്കുന്നത്? ഞാൻ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വരുമ്പോൾ നീ എപ്പോഴും എനിക്ക് കുറുക്കിന് കാണുന്നത്. ഇതുവരെ എൻ്റെ ഫീൽഡിൽ ഒരു മനുഷ്യനും കുറുക്ക് വന്നിട്ടില്ല, ഇത് ആദ്യമായിട്ടാണെന്ന് പറയും. ഉടനെ പറയാം, നീ അങ്ങനെ വലിയ കീമയായിട്ടൊന്നും വളരുമെന്നൊന്നും കരുതണ്ടെന്ന് പറയും. അപ്പോഴേക്കും നമ്മൾ സച്ച് പറയുവേ, നിങ്ങൾ ആരെയാണ് വരട്ടുന്നത്? എൻ്റെ രേവതിയെ 500 മാല ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയവളാണ്, അവളൊരു ആൽമരം പോലെ പന്തളിച്ച് വളരുമെന്ന് പറയും. എങ്കിൽ നമുക്ക് കാണാം. ഉടനെ രേവതി പറയാം, നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട, എൻ്റെ ഫീൽഡിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്നെ ആരും തോൽപ്പിക്കത്തില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ വർക്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായി തന്നെ ഞാൻ ജോലി ചെയ്യും. എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് എനിക്ക് പുതിയ പുതിയ വർക്കുകൾ തരുന്നത്. നിങ്ങൾ ഇടയ്ക്ക് വന്ന് എല്ലാം നിങ്ങളാണ് മുടക്കുന്നതെന്ന് പറയും. മുമ്പ് എനിക്ക് തരാൻ പോയ വർക്കും നിങ്ങൾ വന്ന് കുറച്ച് റേറ്റ് ഇട്ട് നിങ്ങൾ പിടിച്ചെടുത്തിയാന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് രേവതിയും പറയും. ശരി, നമുക്ക് കാണാം, നീ ഉയരുന്നതോ താഴ്ന്ന രീതിയിൽ കാണാമെന്ന് പറയും. എങ്കിൽ ശരിയെന്ന് പറയും. അങ്ങനെ രേവതിയും ഹേമയും തമ്മിൽ അവിടെ ഒരു വെല്ലുവിളിയൊക്കെ നടക്കുകയാണ്. അതിനുശേഷം സൂപ്പറായി രേവതി, നീ അവരുടെ 10 പാദം നന്നായെന്ന് പറയും. അങ്ങനെ സച്ചിയും കുട്ടി രേവതി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം തിരിച്ചവർ നേരെ വീട്ടിലോട്ടാണ് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതിക്കൊക്കെ വയറ് വിശന്ന് അവിടെയൊക്കെ നടക്കുകയാണ്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രേവതി എന്ന് വിളിക്കുമ്പം ശ്രുതി വന്നു, അമ്മ രേവതി ഇവിടെ ഇല്ല, അവൾ എവിടെ പോയതാ, ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്ന് പറയും. അവളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ തോന്നുമ്പോൾ പോകും, തോന്നുമ്പോൾ കയറി വരും. ഇവിടെ ആരാ അവളെ ചോദിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഉള്ളത്? മനുഷ്യർക്കാണെങ്കിൽ വിശന്നിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയും. ഉടനെ ചന്ദ്രമതിയുടെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് രവി വന്ന് ചോദിക്കും, എന്താ അത് രവിയേട്ടാ കണ്ടില്ലേ, ആ രേവതി രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെക്കാതെ അവൾ എവിടെ ഇറങ്ങി പോയേക്കുക, ഇത്ര നേരിട്ട് അവൾ വന്നിട്ടുണ്ട്, ഇവിടെ ബാക്കി ആർക്കും ഭക്ഷണം കഴിക്കണ്ടായോ എന്ന് പറയും.
ഉടനെ ശ്രുതി പറയും അമ്മ ആൻറ്റി വിഷമിക്കണ്ട, ആൻറ്റിക്ക് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. ഉടനെ ശ്രുതിയും ചന്ദ്രനെ പറയും അയ്യോ ചോദിക്കും രേവതി മോൾ ഇതുവരെ വന്നിട്ടില്ല, നിനക്ക് വയറ് വിശക്കുന്നെന്ന് പറയുന്നത്, പിന്നെ ശ്രുതി ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ എന്താ കുഴപ്പം? അത് രവിയേട്ട ഇതിനു മുമ്പ് ശ്രുതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ താമസിച്ചാലും അവൾ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ രേവതി സച്ചിയും കൂടി വരുന്നത്. എടി നീ എത്ര നേരമായി ഇവിടുന്ന് പോയിട്ട്? ഇവിടെ മനുഷ്യർക്ക് ആഹാരമൊന്നും കഴിക്കണ്ടായോ? നിനക്ക് തോന്നുമ്പോൾ പോയിട്ട് തോന്നുമ്പോൾ കയറി വരാം, ഇതെന്താ സത്രം പോലെ ആണോ എന്ന് ചോദിക്കും. ഉടനെ രേവതി ഒന്നും മിണ്ടത്തില്ല. ആഹാ, ഭക്ഷണം ഉണ്ടാക്കി തരാൻ എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, ഈ പൗഡർ ഇട്ടത്തി ഉണ്ടല്ലോ അവളുടെ അടുത്ത് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ. ഇവിടെ ചന്ദ്രയൊന്നും മിണ്ടത്തില്ല. ഉടനെ സച്ചിയേട്ടാ ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ അടുക്കളയോട് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം എല്ലാം മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഉച്ചയ്ക്കും ഓഹോ അപ്പോൾ നീ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണോ പോയത്? പിന്നെ രവി പറയും കണ്ടില്ലേ, ഇതാണ് പറയുന്നത്, ഒന്നും നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യാതെ ആരെയും കുറ്റപ്പെടുത്തരുതെന്ന്. രേവതി മോൾ രാവിലെ എഴുന്നിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. നിനക്ക് വയറ് വിശക്കുന്നെങ്കിൽ നിനക്ക് അടുക്കളയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചോ എന്ന് നോക്കിക്കൂടായിരുന്നു ചന്ദ്രേ. അപ്പോഴേക്കും ചന്ദ്രപന്തിക്ക് ഒന്നും മിണ്ടിയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ എവിടെ പോയിരുന്നു മക്കളെ ഇത്ര രാവിലെ? അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ആ വിശ്വനാഥിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന്. ആ വിശ്വനാഥൻ മുമ്പ് താമസിച്ചിരുന്ന ഇപ്പം മേടിച്ച ആ ഹിൽ ടോപ്പിലെ ബംഗ്ലാവിൽ ഇടയ്ക്ക് ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അയാളെ അന്വേഷിച്ച് പോയതാ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് അതിന് വിവരം കിട്ടിയോ എന്ന് ശ്രുതി ചോദിക്കും. ഇല്ല, നീയും എവിടെ കൊണ്ട് കുറേ കാശ് കൊണ്ട് കളയണം, പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറമെ അന്വേഷിക്കണം, അതിൽ ഇപ്പം നിൻ്റെ മെയിൻ ജോലിയെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും അയാളിപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഫോട്ടോ കിട്ടിയാൽ നമുക്ക് നെറ്റിലിട്ടുന്ന അയാളുടെ ഫോട്ടോ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയും. ഫോട്ടോ കിട്ടാനിപ്പോൾ എന്താ ഒരു മാർഗ്ഗം? എടാ ശ്രുതി, നിൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? നീ ഒരുമിച്ച് എടുത്തതോ വല്ലോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ അയാളുടെ ഫോട്ടോ എടുക്കാൻ താമസിക്കുമോ? അയാൾ എന്തെങ്കിലും കള്ളനായം പറഞ്ഞ് ഊരാൻ ശ്രമിക്കത്തേ ഉള്ളെന്ന് പറയും. പിന്നെ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം? എങ്ങനെയെങ്കിലും അയാളുടെ ഫോട്ടോ ഇത് കിട്ടിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയും. കോഴിക്കോട് അയാളുടെ വീടെന്ന് മാത്രം ശ്രീകാന്ത് സാറിന് അറിയത്തുള്ളൂ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങളെ അറിയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തായാലും മക്കളെ നിങ്ങൾ ഇത്രയൊക്കെ അന്വേഷിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും നമുക്ക് അയാളെ അന്വേഷിക്കാം എന്ന് രവീന്ദ്രനും പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രേവതി പറയും സച്ചിയേട്ടാ എനിക്കൊരു ഐഡിയ. എന്തോ രേവതി? അത് മുൻപൊരു തവണ ശ്രുതിയും നിങ്ങളുടെ ചേട്ടനും കൂടി അമ്പലത്തിൽ വെച്ചല്ലായിരുന്നു 5 ലക്ഷം രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തത്? അതെ. അന്ന് ആ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നല്ലോ അവിടെ. ആ ക്ഷേത്രത്തിൽ CCTV ഫോട്ടേജ് ഉണ്ട്, നമുക്ക് അവിടുന്ന് അയാളുടെ ഫോട്ടോ എടുക്കാമെന്ന് പറയും. സൂപ്പർ ഐഡിയ രേവതി, നിൻ്റെ തല നിറച്ച് ബുദ്ധിയാണോ എന്ന് രേവതിക്ക് അങ്ങ് ഷേക്കാൻ്റെ കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. ഇനിയിപ്പോൾ ഇവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു മട്ടിലാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിയും പറയും വേണ്ട, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ശ്രുതിയും ചേർന്നാണോ വിശ്വനാഥിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, അത് രേവതി സച്ചിയാണോ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.